ഹലോ, ഇയാളെ ചങ്ങായിട്ട് ആ സ്ഥലം വന്നുകൊണ്ട് ഒന്നൊന്ന് കാണ്. ഈ ഒരു കാര്യം ചെയ്യ്, ഞാൻ എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരാം. വന്നിട്ട് നമുക്ക് തമ്മിൽ സംസാരിക്കാം. അതേ നടക്കുള്ളൂ, അതേ നടക്കൂലത്. ഇത് കാണാതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പോക്ക് ഞാൻ എൻ്റെ അടുത്ത് കണ്ട് വരാം. അണ്ട് വരണ്ട്. ഓക്കെ. ഹലോ, ഹലോ, നിങ്ങൾ ഇവിടെ ഉള്ള ആളാ? ഞാൻ ഇവിടെ ഉള്ള ആ തോട്ടത്തിൽ കമ്പോക്കാരന ആളറിയോ? കമ്മൊക്കെ നമ്മളെ മലയാളിയാണ്. അല്ല, ഞാൻ ഈ തേങ്ങ ഇതൊക്കെ പാട്ടം എടുക്കുന്ന ആളാണ്. അപ്പൊ പാട്ടം ഒന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങളെ ആളൊന്ന് വിളിച്ചോക്കാം. ചോറ് കുറച്ച പക്കാണ് ഇറങ്ങിയ. ഹലോ കമ്മക്ക, അസ്സലാമു എവിടാ? ഞാൻ എന്റെ കൂട്ടക്കാരോടെ കളായിൻ ആരാണ് അധികം വിളിച്ചാണ്? ഏതാ ജി? സുലൈമാനേനി ഞാൻ പറഞ്ഞിട്ട് തിരിച്ചെടുത്ത്. അല്ല, അതേപോലത്തെ പച്ചി പോയതാ. അന്നെ ഞാൻ ആയിൻഷവൻ വിളിച്ചുമ്പോഴേ എന്റെ വാപ്പാന്റെ കാര്യം കൂടി ഞാൻ ആലോചിച്ചണല്ലോ. പച്ചി പോയതാ ജി, ശ്രമിച്ചാളാ. എന്ത് പറഞ്ഞേ? ഇന്നെ തെരഞ്ഞാണ്ട് വരികേ? ആരാ പൈ? ഞാൻ ആട്ട് വരുന്നുണ്ട് കേട്ടോ. വെച്ചാളാ നാല് എളുപ്പമുണ്ട് വരും. അതെ, ആളെ കാണുന്നത് ഞങ്ങളെ പറമ്പൊന്ന് കാണിച്ചു തന്നാ മതി. കമ്മോക്കാന തോട്ടം ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് കമ്മോക്കാന തോട്ടം. ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ. പറ്റിയ തേങ്ങ ഒക്കെ ഉണ്ടാന്ന് നോക്കട്ടെ. ആരാ സുലൈമാനെ തെരഞ്ഞു തന്നെ? ആ ഒരു ചെക്കനാ തരുന്നത്. നമ്മളിവിടെ കണ്ടു പരിചയമില്ലാത്തൊരു ചെക്കനാണ്. എന്തിനാ നിങ്ങൾ തോട്ടം നോക്കണം, പാട്ടത്തിനെടുക്കണം. ഇന്റെ തോട്ടം നോക്കാൻ മോനാരാ? ഇന്റെ തോട്ടം ഈ കാണുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ നിൽക്കുക. ഇന്റെ അടുത്ത് പല തോട്ടം ഉണ്ടാവും. അത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ലേ? ഒന്നാലെ കമ്മാക്ക, ഒരു നമ്മളെ നാട്ടിൽ പരിചയമില്ല ആ ചെക്കനെ കണ്ടിട്ട്. തോട്ടത്തൊക്കെ ഒന്ന് പോയി നോക്കിങ്ങള്. ചെക്കന്മാര് പറഞ്ഞാൽ ഇനി സൈനമാനയില് എനിക്കുണ്ടായ കുട്ടി അങ്ങനെ തീരാണോ? കണ്ണുമോറ് കണ്ടിട്ട് ഇഞ്ചമാരി ഉണ്ട്? അല്ലല്ലോ. ആന്നില്ലല്ലോ. ഒരു ബംഗാളി സ്റ്റൈലാണ് ആള്. ബംഗാളി ലുക്കാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഴയ കാലത്ത് വയനാട്ടിൽ നിന്ന കാലത്ത് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റില്ല കമ്മാക്ക. ഒരു കാര്യം ചെയ്താളോ, പേരെ ചെന്നാണ് ജമീലാനോട് ഇത് വളമാൻ നിൽക്കണ്ട. കാരണം എന്താ അറിയോ? വയനാട്ടില് 45-46 വയസ്സിലെ കാലഘട്ടത്തില് ഞാൻ അവിടെ കുറെ കാലം നിന്നീനി. ആ നിന്നീന കാലത്ത് ചില ബംഗാളികളായിട്ട് ചെറിയ ബന്ധം എനിക്കുണ്ടേ. അപ്പൊ ഇനി അങ്ങനെ എങ്ങാനും അല്ല കണ്ണുമോറും കണ്ടിട്ട് ഇഞ്ചമായിരുന്നില്ലല്ലോ. ഇല്ല, ഒരു ബംഗാളി സ്റ്റൈലാണ്. അല്ല, എന്റെ മൂത്ത ശുക്കൂറിന്റെ മാതിരി എങ്ങാനും? അല്ല അങ്ങനെ ഒന്നുമില്ലല്ലോ. എങ്ങോട്ടോ പോയത്? തോട്ടത്തിൽ എങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞു. സംഭരാണ് തോട്ടത്തിക്കാ പോയത്. അവിടേക്ക് ഇപ്പൊ ചെമീരി പോലും ചായം കടിയേറ്റ് വരാൻ പറഞ്ഞാണല്ലോ. ആകെ പണിയാവും. പണിക്കാരുണ്ടോ തോട്ടത്തില്? പണിക്കാരുണ്ട് എന്ന് പറഞ്ഞിരുന്നേ. എന്നാ പോയോക്കി, നിങ്ങൾ പോയോക്കി. അർച്ചോനെ അതിനെ കണ്ടിട്ട് ബംഗാളികളെ മാതിരിയൊന്നും ഇല്ലല്ലോ. അത് സുലൈമാൻ പറ്റിച്ചാണല്ലേ. ഓനല്ലേ എന്നെ കൊണ്ടിടക്കലൊരു രസമായിട്ട് കാണുവാനാ. സുലൈഖാന്റെ മാതിരിയല്ല, സൈനവാന്റെ മാതിരിയല്ല, എന്റെ സുക്കൂറിന്റെ മാതിരിയല്ല. ഇത് ഏത് ബംഗാളിക്ക് ഏത് നേപ്പാളിയിലും ഉണ്ടായത് മോറും കണ്ടിട്ടൊരു. പക്ഷെ തോട്ടം നോക്കാൻ വന്നല്ലോ നീ. ഓൻ അവിടെ കിടന്ന് തിരിഞ്ഞൊലിച്ച് കാണുക. പക്ഷെ ഒറ്റയടിക്ക് ഇപ്പം ഞാൻ അങ്ങോട്ട് ചാടി ചെന്നാൽ സംഗതി ഒക്കെ പുറത്താവും. കുറച്ചു നേരമാവും. ഓൻ്റെ പരിപാടി എന്താന്ന് നോക്കിയിട്ടാണ് ഇറങ്ങിയാൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും. ഒന്ന് നോക്ക് എന്താ അവൻ്റെ പരിപാടി. തേങ്ങ കക്കാണല്ലേ. അതിന്റെ പരവലൂടി കണ്ടപ്പയായിട്ട് തോട്ടമായിട്ട് വാങ്ങാനാണ്. എന്റെ കൂട്ടക്കാരനാ. നിക്കവിടെ എന്റെ തോട്ടത്തിൽ കയറി കളിച്ച എന്നോടാണോ പറഞ്ഞേ? നിക്കവിടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നിക്ക്. എന്താ എനിക്കവിടെ പരിപാടി? നിങ്ങളല്ലേ ഈ കമ്പോക്കാരനാള്? ഈ ആയത്തിലും നീട്ടത്തിലുള്ള എന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളെ പറ്റി ഒരാളോട് അന്വേഷിച്ചു. ഈ ചിന്നെ പറ്റി അന്വേഷിക്കാച്ചാണ് എന്റെ വിചാരാജി. തേങ്ങ പാട്ടം എടുക്കാൻ വേണ്ടി. എന്ത് തേങ്ങ എനിക്ക് ഇഞ്ച പറമ്പാതി മനസ്സിലാക്കി? ചോദിച്ചേ തേങ്ങ പാട്ടൊക്കെ എടുക്കാൻ വന്നാണ്. ഇജ് പാട്ടൊക്കെ പറമ്പിലെടുക്കാൻ എന്റെ കൂട്ടക്കാരനല്ലതേന്ന് മനസ്സിലായിരിക്കേ? എന്റെ ബേക്കിലെത്താടാ? എന്റെ ബേക്കിലൊന്നുമില്ല. എന്റെ ബേക്കിലുള്ള സംഭവം അല്ല ഞാൻ ചോദിച്ചു. എന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചു. ഇങ്ങോട്ട് നീട്ടേ. എന്റെ കയ്യിലൊന്നുമില്ല. ഇങ്ങോട്ട് നീട്ടണേ. ഇജ് കിട്ടണേ. അതിന്റെ മോനെ എന്താ ഇതെന്താടാ? ഇത് തേങ്ങയാണ്. ഇത് തേങ്ങയാണെന്നുള്ളത് എനിക്കറിയാം. ഇതാരെ പറമ്പാന്ന് എനിക്കറിയോ? അതാണ് ഞാനാണ് ഈ കമ്മൂന്ന് പറഞ്ഞത്. അപ്പൊ ഇന്റെ ബാപ്പാന്റെ കാലിൽ തൊട്ട് ഞങ്ങക്ക് കൈമാറി വന്ന മുതലാത്. പൊന്നാര കമ്മോക്ക, ഞാൻ കള്ളനൊന്നല്ല. പിന്നെ എച്ചിലാണ് ആരാന്റെ പറമ്പ് കയറിയത്? തേങ്ങ കണ്ടിട്ട് കൊറേ ആയില്ലേ.
അപ്പൊ എന്റെ പെണ്ണുങ്ങൾ അറിയാം തേങ്ങ കാണാൻ പൂതി കഴിക്കണേ. അപ്പൊ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞപ്പോ ഞാൻ തേങ്ങക്ക് വേണ്ടി വന്നതാണ്. ഞങ്ങളെ നാട്ടിൽ ഇപ്പൊ തേങ്ങ കിട്ടാനില്ല. എന്റെ പെണ്ണുങ്ങൾക്ക് കാണാനാണ് അതിലും വലിയ തേങ്ങ എന്റെ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇത് കൊണ്ടോട്ടെ. ഇതിപ്പോ കക്കാൻ വന്നാലും കരയിപ്പിച്ച കഥ മാതിരി 2 തേങ്ങ മതി. പെണ്ണുങ്ങൾ കാണാൻ പൂതിയോന്നില്ല പറഞ്ഞു. എന്റെ പെണ്ണുങ്ങൾ മരിച്ചാൻ കിടക്കുക അത് കാണാനുള്ള പൂതി ഉണ്ടാവൂല. കൊണ്ടോയിക്കോട്ടെ. കൊണ്ടേക്കോ. പക്ഷെ ഒരു തേങ്ങ എനിക്കും തന്നാളാ. എനിക്ക് ഇത്രയും തോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് കണ്ടിട്ട് കൊറേ ആയിപ്പോ. കുരങ്ങന്മാരും ഒന്ന് ചെറുത്തോ ഒന്ന് ചെറുത്തോ. ഈ തേങ്ങ കൊണ്ടുപോയിട്ട് ഇത് നല്ല നിലക്ക് അലമാരയിലെവിടെയും വെച്ച് കൂട്ടിയാളാ. കാരണം അടുത്ത ആഴ്ച ചിലപ്പോ എന്റെ ഉമ്മാക്കും തേങ്ങ കാണാനുള്ള പൂതി ഉണ്ടാവും. അപ്പൊ ഇത് കാണിച്ചു കൊടുത്താൽ മതി. നാട്ടിൽ തെങ്ങുണ്ടായിട്ട് കാര്യം ഇപ്പൊ തേങ്ങ കിട്ടാൻ എവിടെയും കിട്ടാനില്ലടാ. ഇതൊരു കാര്യം ചെയ്താളാ. ഇതൊന്ന് ഞാൻ എടുത്തോളാം. ഒന്ന് ഇജ്ജ് എടുത്തോ. ഇജ്ജ് വലിയനെ വെച്ചോ. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വല്യപ്പാക്കും വല്യമാക്കും കണ്ട കൂട്ടക്കാർക്കും ചെങ്ങൈമാർക്കും ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുത്താളാ. ഓരൊക്കെ തേങ്ങ കണ്ട് മരിച്ചോട്ടെ. എന്നാ കുട്ടി വിട്ടോളി. ആയിക്കോട്ടെ. ഒരു ദേഷ്യമൊന്നുമില്ല, ഒരു വെറുപ്പില്ല. അത് തേങ്ങ കാണാനുള്ള പൂതി അയച്ചു വന്നല്ലടാ. അത് ഏറിപ്പോ എനിക്ക് കാണാൻ ഒരു തേങ്ങ ഞാൻ തന്നത് അതായിട്ട് പോയിക്കോ. ആ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല. തേങ്ങ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു വിലപ്പെട്ട മുതലാണ്. കാണാനുള്ള പൂതി കൊണ്ട് വന്നാണ്. എന്നാ വേഗം വയ്ക്കടാ. എല്ലാവർക്കും കാണിച്ചു കൊടുത്താളാ. ആവും ചെക്കനാണ്. തേങ്ങ കാണാനുള്ള പൂതി കൊണ്ടല്ലേ. പക്ഷെ ഇപ്പൊ ഈ തേങ്ങ എങ്ങനെ ഞാൻ അങ്ങോട്ട് പറമ്പ് കയറ്റി കൊണ്ടുപോകാം? ഈ നാട്ടുകാർ മൊത്തം ഈ തേങ്ങ കണ്ടാൽ തേങ്ങ തരി എന്ന് പറയല്ലോ. ഇതിപ്പോ എവിടെയെങ്കിലും ഒളിപ്പിച്ചാലേ പറ്റേ. ഇവിടെ വെച്ചാല് തേങ്ങകൾ തമ്മിൽ മുട്ടിയാണ്ട് ചിലപ്പോൾ ഇതിന്റെ ചേർച്ചോട് ആകെ അപ്പൊ ആ തേങ്ങ ഇവിടെ വെച്ചാൽ അത് പണിയാവും. തേങ്ങയും തമ്മിൽ ആകതാവും. പക്ഷെ അതിപ്പം എവിടെ ഇപ്പം പണി ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ സുലൈമാന്റെ കണ്ണു പൊട്ടൂലല്ലോ. നല്ലേ നമ്മ കൊട വിട്ടാന്ന് വിചാരിച്ചോ. ഇപ്പൊ കൊടക്ക് പള്ളം കായ മതിയായിരുന്നു. ഞാൻ ആ ചെറുക്കനെ കണ്ടീനി. ഓന് തേങ്ങ കാണാനുള്ള പൂതിയായിട്ട് അരികോട്ടിന്ന് വന്നാണ്. അപ്പൊ ഞാൻ ഓന് 2 തേങ്ങ ഓന് എടുത്തീനി. ആ സാധു ആ 2 ഓൻ കണ്ടു കൊടുത്താ. ഓന്റെ പൂതിയാണ് തീർന്നോട്ടെ. കൊടന്റെ ഉള്ളില് അല്ല അത് കൊടന്റെ കമ്പി പറഞ്ഞാണ്. കൊറക്ക് പള്ളിയല്ല, കമ്പി പറഞ്ഞാണിത്. ഒരു കാട്ടിക്കാണിങ്ങള്. അതാ കമ്പി പറഞ്ഞല്ലേ. അല്ലല്ല. ആഹാ തേങ്ങ കണ്ടാ അത് കൊണ്ടുപോകല്ലേ. പാട്ട് കേട്ടിക്കണ എന്ത് കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി കമ്പോക്ക.